ഭിന്നിപ്പിക്കാൻ തന്നെയാണ് ഈ ബില്ലിൻ്റെ നീക്കമെന്ന കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ വസ്തുതാപരമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ഈ ചർച്ചയെ ഞാൻ ആരോഗ്യപരമായി തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഇത് വിടുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ ആഴമേറിയ വിമർശനങ്ങൾക്കും പഠനങ്ങൾക്കും അത് വിധേയമാകും. കാരണം 1954 നെഹ്റുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വഖഫ് നിയമം, പിന്നീട് 64 കൗൺസിലും, പിന്നീട് 95 വഖഫ് ബോർഡും കൊണ്ടുവരുന്ന ഭേദഗതിയും UPA സർക്കാരിൻ്റെ കാലത്ത് 2013 ഭേദഗതിയും ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ മാറ്റങ്ങളൊന്നും അതിലുണ്ടായിട്ടില്ല. മാത്രവുമല്ല, നിലവിൽ നമ്മളുടെ രാജ്യത്ത് 32 വഖഫ് ബോർഡുകളാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 2 ഷിയ വഖഫ് ബോർഡുകളാണ്. അതിൽ ഒന്നുള്ളത് ബീഹാറിലും മറ്റൊന്ന് ഉത്തർപ്രദേശിലുമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ 32 വഖഫ് ബോർഡുകളുടെ കൈകളിലായുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1.2 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഏകദേശം 9.4 ലക്ഷം ഏക്കറാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ 32 വഖഫ് ബോർഡുകളുടെയും കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അത് ഏകദേശം 8.7 ലക്ഷം പ്രോപ്പർട്ടികളിലായിട്ട് 9.4 ലക്ഷം ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ് കയ്യിലിരിക്കുക. അതിൻ്റെ മതിപ്പ് വിലയാണ് ഞാൻ പറഞ്ഞത്, 1.2 ലക്ഷം കോടി രൂപ. ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ വാക്കുകൾ പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും പരിചയമുണ്ടാവണമെന്നില്ല. വഖഫ് എന്നൊക്കെ പറയുന്ന പോലെ വഖഫി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനാണ് മുസ്ലിം മതാചാര പ്രകാരം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ദൈവത്തിന് കൊടുക്കുകയാണ്, അള്ളാഹ്ക്ക് സമർപ്പിക്കുകയാണ്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് വഖഫ്. അങ്ങനെ ഞാൻ വഖഫ് അള്ളാഹ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കതിന്മേൽ പിന്നീട് അവകാശങ്ങളൊന്നുമില്ല. മാത്രവുമല്ല, അത് നിയന്ത്രിക്കുന്നതാരാണ്? അത് നിയന്ത്രിക്കാനുള്ള അവകാശം 2013 നിയമപ്രകാരം വഖഫ് ബോർഡിനാണ് താനും. ആ വഖഫ് ബോർഡിനെ സുതാര്യമായി തെരഞ്ഞെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഘടന ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ വഖഫ് ബോർഡിലുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നതും വഖഫ് കൗൺസിലിലുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നതും മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ്. അത് മതപരമായ ചടങ്ങുകൾക്ക് കൊടുക്കുന്ന ഭൂമിയാണ്. അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരാണ്. എങ്ങനെ? ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ട്രാവൻകൂർ ദേവസ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, തിരുപ്പതി ദേവസ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അയോധ്യയുടെ കാര്യത്തിലാണെങ്കിലും ശരി, മതപരവും ആചാരപരവുമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാത് ഭാഗങ്ങളിലുള്ളവരാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മളുടെ രാജ്യത്ത് ഭൂരിപക്ഷ മതമാണെങ്കിലും ന്യൂനപക്ഷ മതമാണെങ്കിലും സ്റ്റേറ്റ് അഥവാ ഭരണകൂടം ഇടപെടുന്നതിന് നമ്മളുടെ രാജ്യത്ത് അനുവർത്തിച്ചു പോകുന്ന ഒരു ഭരണഘടനാപരമായിട്ടുള്ളൊരാശയമുണ്ട്. ഞാനതിനെ വിളിക്കുന്നത് പലപ്പോഴും പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ താത്വികമായൊരു അകലം സൂക്ഷിക്കണം. നിങ്ങൾ മനുഷ്യാവകാശത്തെയോ അതല്ലെങ്കിൽ ഭരണപരമായ പരാജയമോ ഉണ്ടാകാത്തിടത്തോളം കാലം നിങ്ങളുടെ സ്റ്റേറ്റിന് അനാവശ്യമായി അതിലേക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല. അത് ആ വിശ്വാസ സമൂഹത്തിൻ്റെ അവകാശമായി അത് തുടർന്നു കൊണ്ടുപോകണം. ഇവിടെ ഏതെങ്കിലും മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുത്താൻ വേണ്ടിയാണോ? അതിലൊരു ഭാഗം ശരിയാണ്, സ്ത്രീകൾക്ക് അതിൽ പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലുണ്ട്. പക്ഷേ അതേ സ്ത്രീകൾക്ക് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൻ്റെ സുപ്രീം കോടതി വിധി വരുമ്പോൾ എതിർത്തവരാണ് എന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ ആ നിലപാടിൽ ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ എങ്ങനെയാണോ മുത്തലാഖിൻ്റെ വിഷയം കൊണ്ടുവന്ന് സ്മൃതി നേരത്തെ സൂചിപ്പിച്ചത്, മുത്തലാഖിൻ്റെ വിഷയം കൊണ്ടുവരുമ്പോഴും ഇതേ സ്ത്രീയുടെ അവകാശമാണ് ഉയർത്തുന്നത്. പക്ഷേ അതിനെ ക്രിമിനലൈസ് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഒരു ചില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. സുപ്രീം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗരത്വ നിയമ ഭേദഗതിയാവട്ടെ, ജമ്മു കാശ്മീരിൻ്റെ വിഷയമാവട്ടെ, മുത്തലാഖ് ബില്ലിൻ്റെ വിഷയത്തിലാവട്ടെ, ഇപ്പോൾ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടാം തരം പൗരന്മാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ നമ്മൾ പ്രയോഗത്തിലൂടെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നുവെന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ആ ബില്ലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അതിൽ സെക്ഷൻ 40 ആണ്. സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡിന് വഖഫുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രഖ്യാപനത്തിനുള്ള അവകാശമുണ്ട് എന്നിരിക്കെ അത് കളക്ടറിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ കളക്ടറാണ് ഇനി തീരുമാനിക്കുക. കളക്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. ഈ കാലങ്ങളായി വഖഫ് ബോർഡുകളുടെയും മുസ്ലിം സമുദായ സംഘടനകളുടെയും വിമർശനം എന്ന് പറയുന്നത് പല പ്രോപ്പർട്ടിയും വഖഫിൻ്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റുമായിട്ടുള്ള കേസിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഒരു ഭാഗത്തും വഖഫ് ബോർഡ് മറ്റൊരു ഭാഗത്തുമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും കളക്ടറാണ് അതിൻ്റെ അധികാരി വരുന്നതെങ്കിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ അവർക്ക് നീതി ലഭിക്കില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, ഈ വഖഫ് കൗൺസിലിലുള്ള മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെടുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പേർ ലോക്സഭയിൽ നിന്നും ഒരാൾ രാജ്യസഭയിൽ നിന്നും MP ആവണമെന്നും ഇവർ 3 പേരും മുസ്ലിം വിശ്വാസത്തിൽ ഉള്ളവരായിരിക്കണമെന്നുള്ളതുമാണ് നിലവിൽ 95 നിയമം പറയുന്നതും 64 നിയമം പറയുന്നതും. ഇതിൽ ഭേദഗതി വരുത്തി അവർ മുസ്ലിം ആയിരിക്കണം എന്നുള്ളത് മാറ്റുമ്പോഴാണ് KC വേണുഗോപാൽ ചോദിച്ചതുപോലെ മുസ്ലിം
മതവിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ അമുസ്ലിങ്ങൾ അഭിപ്രായം പറയുന്നത് ശരിയാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അവിടെയാണ് ദേവസ്വം ബോർഡിൻ്റെ വിഷയം ഉന്നയിക്കപ്പെടുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം. മുസ്ലിം പ്രാതിനിധ്യത്തെ ഉറപ്പാക്കുന്നില്ല. അതിവിടെ മാത്രമല്ല കേട്ടോ, ഈ ബോർഡിൻ്റെ സിഇഒയുടെ കാര്യത്തിലും സെക്ഷൻ 15 ഇതേ പ്രകാരം ഒരു പ്രൊവിഷൻ ഉണ്ട്. സെക്ഷൻ 15 പ്രകാരം നിലവിൽ സിഇഒ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരായിരിക്കണം. ഉദാഹരണത്തിന് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരുന്നത് ഒരു ഹിന്ദു വിശ്വാസിയോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസാചാരങ്ങളുടെ പ്രമാണവുമായി ബന്ധപ്പെട്ട വ്യക്തിയോ ആകണമെന്നില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ അതിനെ എങ്ങനെയായിരിക്കും കാണുക? അതുമാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നിയമത്തിൽ വഖഫ് ബോർഡിൻ്റെ സിഇഒ ആയി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം എന്നുള്ളതിൻ്റെ ക്ലോസ് എടുത്തു കളയുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു ട്രാപ്പാണ് എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് കരുതിയാൽ സർക്കാർ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെന്തിനാണ് മാറ്റുന്നത്? ഉദ്ദേശിക്കാത്ത പക്ഷം നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അതവിടെ കിടക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? സിഇഒ മുസ്ലിമായി തുടരണം എന്നുള്ളതാണ് മുസ്ലിം പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് മാറ്റേണ്ടാത്തത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വഖഫിൻ്റെ കാര്യത്തിലുള്ള ഈ ഡിസ്പ്യൂട്ടുകൾ വരുന്ന സമയത്ത് ആരാണതിൽ തീരുമാനിക്കുക? അതിലൊരു കാര്യം പറയുന്നതാണ്, 5 വർഷം ആ മതത്തിൽ വിശ്വസിക്കുന്നയാൾക്ക് മാത്രമേ വഖഫ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. അഥവാ ഒരു വഖഫിയായ ഒരാൾ മാറണമെങ്കിൽ 5 വർഷം മതവിശ്വാസം മുസ്ലിം മതവിശ്വാസത്തിൽ പിന്തുടർന്നിരിക്കണം. അങ്ങനെ ഒരു കാറ്റഗറി വയ്ക്കൽ അവകാശം സ്റ്റേറ്റിനുള്ളത്. ഞാനിപ്പോൾ ഇന്ന് മുതൽ ഒരു പ്രത്യേക മതവിശ്വാസിയെ മാറുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ മതവിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ ഞാൻ നാളെ മുതൽ ആ മതവിശ്വാസിയാണ്. എൻ്റെ 10 വർഷത്തെ മതവിശ്വാസം അതിന് ബാധകമല്ല. ഞാൻ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞ് എൻ്റെ പ്രോപ്പർട്ടി മതവിശ്വാസത്തിന് വേണ്ടി മതാചാരത്തിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നത് എൻ്റെ മതപരമായ അവകാശമാണ്. അത് ആർട്ടിക്കിൾ 25 നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്നാണ്. അപ്പോൾ പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റിൽ പ്രാക്ടീസിൻ്റെ ഭാഗമായി എൻ്റെ ഒരു പ്രോപ്പർട്ടി മതവിശ്വാസത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ എനിക്ക് 5 വർഷം മതവിശ്വാസിയായിരിക്കണമെന്ന് പറയുന്ന ഒരു ക്ലോസ്. രണ്ടാമത്തത്, ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കപ്പെടുന്ന വഖഫ് ഭൂമി അത് സംബന്ധിച്ച് ക്രയവിക്രയം നടത്തുന്നതിന് തീരുമാനിക്കുന്ന ബോർഡിൻ്റെ സിഇഒ ആ മതത്തിൽ നിന്നാകണമെന്നുള്ള ക്ലോസ് എടുത്തു കളയുന്ന രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗം, വഖഫ് ട്രിബ്യൂണലുകൾക്കും വഖഫ് ബോർഡുകൾക്കും 2013 ആക്ട് പ്രകാരം കൊടുത്തിരുന്ന ഡിസ്പ്യൂട്ടിൻ്റെ കാര്യം. അതാണ് നേരത്തെ സർവേ കമ്മീഷണറുടെ കാര്യം സ്മൃതി പറഞ്ഞത്. ഒരു സർവേ കമ്മീഷണറെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ തർക്കത്തിൽപ്പെട്ട സ്ഥലങ്ങളുടെ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്താൻ. അതെടുത്ത് കളഞ്ഞു. പകരം അത് നിങ്ങൾ സർക്കാരിലേക്ക് ചുമതലപ്പെടുത്തുന്നു. അപ്പോൾ സ്റ്റേറ്റും വഖഫ് ബോർഡും തമ്മിലുള്ള ഒരു കേസിൽ സ്റ്റേറ്റിൻ്റെ തന്നെ എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന ഒരു കളക്ടർ വന്ന് തീരുമാനം പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ സംശയമുണ്ടാകും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇതിൽ നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്ലോസ് എന്ന് പറയുന്നത് വഖഫ് അലൽ ഔലാദ് എന്ന് പറയുന്നൊരു പ്രൊവിഷനുണ്ട്. എന്ന് പറഞ്ഞാൽ വഖഫിലേക്ക് സമർപ്പിക്കപ്പെട്ട ഭൂമി പിൽക്കാലത്ത് തിരിച്ചെടുക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടി കൊടുക്കുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അതിനെ പിന്തുണയ്ക്കുന്നതാണ്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാം. അത് ആ മതവിശ്വാസ പ്രകാരം സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി നിശ്ചയിക്കാമോ? ഞാൻ ഇപ്പോഴും കരുതുന്നത് ഏതെങ്കിലും മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ അതിൻ്റെ പുറത്ത് നിർത്തണമെന്നുള്ള ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. അത് തീരുമാനിക്കേണ്ടത് മതസംഘടനകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടേണ്ട ആചാരക്രമങ്ങളുണ്ട്. അത് തീരുമാനിക്കണം. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിരൺ റിജ്ജു പറയുന്നു പല മതസംഘടനകളും മുസ്ലിം മതസംഘടനകളും തന്നെ വന്ന് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സൂഫി വിഭാഗത്തിൽപ്പെട്ട ഒരു മതവിഭാഗത്തിൻ്റെ സംഘടന മാത്രമാണ് കിരൺ റിജ്ജുവിനെ പോയി കണ്ടിരിക്കുന്നത്. അവർ മാത്രമാണ് ഇതിനെ പ്രാഥമികമായി സ്വാഗതം ചെയ്തിരിക്കുന്നത്. മറ്റ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗവും അതിൽ പ്രാതിനിധ്യം അറിയിച്ചിട്ടില്ല എന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ചില്ലിംഗ് എഫക്റ്റ് കൊടുക്കുക. നിങ്ങൾ ഈ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായി ജീവിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ മതവിശ്വാസങ്ങൾ ഭൂരിപക്ഷ മതപ്രകാരം വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. അത് സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതേതരത്വത്തിൻ്റെ ആശയത്തിനെതിരാണ്. ഏതാണത്? പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്. നിങ്ങൾ തത്വാധിഷ്ഠിതമായ അകലം. ഇവിടെ ഇടപെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അഴിമതിയുടെ കാര്യം സൂചിപ്പിച്ചു. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പല വഖഫ് ബോർഡുകളുടെയും പ്രവർത്തനം അത്ര സുതാര്യമല്ല. അത് സുതാര്യമാക്കണം. അത് സുതാര്യമാക്കുന്നതിന് വേണ്ടി ആകരുത് ഈ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത ആളുകളെ കൊണ്ടുവരിക, സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ കൊണ്ടുവരിക. അതായത് അതിൻ്റെ പർപ്പസിനെ തന്നെ ഡിഫീറ്റ് ചെയ്യുകയും ഒരു ലക്ഷ്യത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൂഢലക്ഷ്യങ്ങൾ അതിൽ തിരികെ കയറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നേരത്തെയുള്ള എല്ലാ ബില്ലുകളിലും, ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാ ബില്ലുകളിലും ഉള്ളത്. ഈ ബില്ലുകളിലും തുടരുന്നത് അത് തന്നെയാണ്. ഒരു ലക്ഷ്യം ചൂണ്ടിക്കാണിക്കും, പക്ഷേ യഥാർത്ഥ
യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗൂഢലക്ഷ്യമാണ്. ആ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ചില്ലിംഗ് എഫക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം TDPയും JDUവും അടക്കമുള്ളവർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഏറെ ആശ്വാസകരമായ കാര്യം. കുറേ നാളുകൾ കേട്ട് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുന്ന വിഷയത്തിൽ പാർലമെൻറ്റ് പിശുക്ക് കാട്ടിയിരുന്നത് ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടാനുള്ള ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് ഇത് വിടാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നത് സ്വാഗതാർഹമാണ്. അതിന് പ്രതിപക്ഷത്തിനും ഭരണപക്ഷം അതിന് വഴങ്ങിയതിനും ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം ജനാധിപത്യം ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയാണ് പുറത്തു വരേണ്ടത്. സ്പീക്കർ ഇന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തു എന്നുള്ള ET പ്രത്യേകം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഇടപെടുന്ന പോലെ ഇടപെട്ടിട്ടില്ല. അതെ, അത് പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തിയാണ് അവിടെ കാണുന്നത്. അത്തരം ചർച്ചകൾ ഉണ്ടാവണം. ഇനി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ വരട്ടെ, ചർച്ച ചെയ്യട്ടെ. രാജ്യം മുഴുവന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യമല്ല. അത് KC വേണുഗോപാൽ പറയുന്നത് പോലെ ഇന്നിപ്പോൾ മുസ്ലിം വിഭാഗത്തിന്റെ കാര്യത്തിൽ, നാളെ പാഴ്സിയുടെയോ ജൈനിന്റെയോ സിഖുകാരുടെ കാര്യത്തിൽ, സിഖുകാരെ തൊടത്തില്ല, അത് വേറെ കാര്യം. സിഖുകാരെ തൊടാൻ പോയതിന്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചു. അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിന് തൊടാൻ പോകുന്നില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിൽ തൊടാൻ ഈ ഘട്ടത്തിൽ തൊടുന്നില്ല. കാര്യം അതൊരു പ്രത്യേക വോട്ട് ബാങ്കായി അവരൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ഭിന്നിപ്പിക്കാനുണ്ടാക്കുന്ന, ഹരിയാന തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു, മറ്റ് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഇതിനെ മുൻനിർത്തി വീണ്ടും ഒരു പരിശ്രമം നടത്തുകയാണ്. പക്ഷേ അത് വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. തീർച്ചയായും അത് ഭിന്നിപ്പുണ്ടാക്കാനാണ്. അതേസമയം തന്നെ കർണാടകയിലെ വഖഫ് ബോർഡിൻ്റെയൊക്കെ കാര്യത്തിൽ വലിയ അഴിമതി ഉണ്ടെന്ന് കിരൺ റിജ്ജു പറഞ്ഞത് വാസ്തവമാണ്. 29,000 ഏക്കറോളം ലാൻഡ് അവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. പലതരത്തിലുള്ള കണക്കുകളില്ല. ആ കണക്കുകളെല്ലാം മാറ്റപ്പെടുന്നു. കാര്യം 7% മറ്റുമാണ് അതിൻ്റെ പലിശ കൊടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ സ്മൃതിക്ക് അല്ലെങ്കിൽ സുജി ഒരു എൻ്റെ വഖഫിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നൊരു ബോഡി ഉണ്ടല്ലോ, ആ ബോഡി 7% പലിശ എന്തോ വഖഫ് ബോർഡിന് കൊടുക്കണം. പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ഈ 7% കാണിക്കില്ല, ലാഭം കുറച്ച് വയ്ക്കും. ലാഭം കുറച്ച് വെച്ച് വഖഫ് ബോർഡിന് പൈസ കൊടുക്കില്ല. വഖഫ് ബോർഡിന് പൈസ കിട്ടിയില്ലെങ്കിൽ മതപരമായ ആചാരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ഇതിലൊക്കെ ഇടപെടേണ്ടതാണ്. ഇത് മിക്കവാറും ഇടങ്ങളിൽ നടക്കുന്ന തട്ടിപ്പാണ്. എല്ലാ ആരാധനാലയങ്ങളിലും തട്ടിപ്പ് കൂടപ്പുറപ്പാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. Meet the editors.